ഞാൻ വന്നിട്ടുള്ളത് റിബൺ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇപ്പോൾ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. ചിക്കനിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബീഫിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ ബീഫാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ബീഫിൽ ചെയ്തതാണ്. ചിക്കനിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കുന്നു മാത്രം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് വേണ്ടി ഞാൻ ആദ്യം 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇളം ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ കുഴക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സ്പൂൺ കൊണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ പാകത്തിന് വെള്ളമായി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ചാൽ മതി. നന്നായിട്ട് കുഴച്ച് അവിടെ മാറ്റി വെച്ചാൽ മതി. ഇളം ചൂട് വെള്ളമാകുമ്പോൾ നല്ലതാണ്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുഞ്ഞു കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. എൻ്റെതിപ്പോൾ കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്, എന്നാലും കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ഉപ്പിട്ട് കൊടുത്തു, കാരണം നമ്മൾ സവാളയിൽ നിന്ന് വാടി വരാൻ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബീഫിലാണ് ഞാൻ ചെയ്തത്. ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചതാണ്. ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ, മഞ്ഞൾ ഇട്ടിട്ടില്ല. മഞ്ഞൾ വേണ്ടവർക്ക് ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ഏകദേശം ഒരു 100 ഗ്രാം 150 ഗ്രാം ബീഫാണുള്ളത്. ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. വേവിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് ചമ്മന്തി ആയി പോകും ചൂടോടെ ചെയ്താൽ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. വേറെ മസാലകളൊന്നും ഇടുന്നില്ല. മുളക് പൊടിയൊന്നും ഇടുന്നില്ല. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഒരുപാട് എരിവ് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇട്ടത് മല്ലിച്ചപ്പാണ് കൊടുത്തു. ബീഫ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇടാം, പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടത്. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇത് ബീഫ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ബീഫിൽ മഞ്ഞളൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂടി ചേരണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ സമയം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച സമയത്ത് ഞാനൊരു പച്ചമുളകും കൂടി ഇട്ടിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു 5-6 ഇതായിട്ട് ഡിവൈഡ് ചെയ്യുക. ഏകദേശം ഒരു വലിപ്പം നമ്മൾ കറക്റ്റ് ഇത്ര എന്നൊന്നുമില്ല, ഒരു ഏകദേശം വലിപ്പത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇതിപ്പോൾ 1 കപ്പ് മാവ് കൊണ്ട് ഞാനിപ്പോൾ ഒരു 5 ബോളാണ് ആക്കിയത്. 6 വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് വെള്ളം കലക്കി വെക്കുന്നുണ്ട്. നമുക്ക് പശ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പശ പോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മൈദ പരത്തിയെടുക്കണം. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് കുറച്ച് ക്രിസ്പി ആയി കിട്ടും. ഓയിലും ചേർത്തിട്ടുണ്ടല്ലോ. ഇളം ചൂട് വെള്ളത്തിൽ കുഴക്കുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. പരത്തി കഴിഞ്ഞു. ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വെട്ടണം. ഈ വെട്ടിയിട്ട് ബാക്കി വരുന്ന പീസസ് ഒന്നും കളയണ്ട, നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് നീളത്തിലിരുന്നോട്ടെ. ഇഷ്ടമുള്ള വലുപ്പത്തിലെടുക്കാം. ഞാനിപ്പോൾ ഈ വലുപ്പത്തിൽ എടുത്തു എന്നേ ഉള്ളൂ. ഇനി കുറച്ച് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഈ പശ ഉപയോഗിക്കണം. ഈ 4 ഭാഗത്തുമായിട്ട് ഇങ്ങനെ പശ ഉപയോഗിച്ച് കൊടുക്കുക. അങ്ങേ അറ്റം വരെ ഉപയോഗിക്കരുത്. മുകൾ ഭാഗത്ത് മാത്രം കുറച്ച് സ്ഥലം, ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഉപയോഗിച്ചാൽ മതി. ഒരുപാട് സ്ഥലത്തേക്ക് അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകണ്ട. മുകൾ ഭാഗത്ത് മാത്രം ചെയ്താൽ മതി ഇപ്പോൾ. എന്നിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിംഗ് വെക്കുന്ന സ്ഥലം കറക്റ്റ് നോക്കുക. ആ പശ ആയ സ്ഥലത്ത് ഫില്ലിംഗ് വെക്കരുത്. ഫില്ലിങ്ങിൻ്റെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് ആക്കുക.
കൂടി പോവാതെ നോക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കുക. ആ പശ വെച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ മൈദ ആയിട്ട് യോജിക്കുന്ന സ്ഥലം വരെ എത്തണം. അങ്ങനെ മടക്കണം. എന്നിട്ട് പശ തേച്ച സ്ഥലങ്ങളെല്ലാം അവിടേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ വരിഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങേ അറ്റത്ത് പോയി മുട്ടരുത്. അറ്റത്ത് പോയി മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാ ഞാനിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ജനലിന് അഴിയുള്ളത് പോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്ത് ഒരിത്തിരി വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കൂടി പോകരുത്, വളരെ കുറച്ച് മതി. വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലേ അത് അവിടെ ഒട്ടി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓയിലിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അത് ഇളകി പോരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ ആ മടക്കിയിരിക്കുന്നതിൻ്റെ അതിനെ ചുറ്റിച്ച് കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. എന്നിട്ട് രണ്ടറ്റം ഒന്ന് അമർത്തി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ കാണാനൊരു അത്രയേ ഉള്ളൂ. നമ്മൾ സ്പ്രിംഗ് റോൾ പോലെ തന്നെ ഇതിപ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ മറ്റതെല്ലാം ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയതായിട്ട് പരത്തിയിട്ട് 4ആയിട്ട് മുറിച്ചിട്ട് ഇപ്പോൾ 4 സ്ക്വയർ ഒന്നും തന്നെ ഉണ്ടാക്കുക. അങ്ങനെയും ചെയ്യാം. വലുതായിട്ട് വേണമെങ്കിൽ മുറിക്കുക. ഞാനിപ്പോൾ ചെറുതാണ് ചെയ്യണത്, കാരണം എൻ്റെ ഈ പരത്തുന്ന പലക കുറച്ച് ചെറുതാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് പരത്തിയിട്ട് 4 സ്ക്വയർ ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ ചിക്കനിലും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓരോന്ന് ഇതുപോലെ അങ്ങനെ മടക്കിയെടുക്കുക. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങേ അറ്റത്ത് പോയി മുട്ടിയിട്ട് അവിടെയും കൂടി വരഞ്ഞ് കീറിപ്പോവാതെ നോക്കണം. മടക്കുമ്പോൾ നമ്മൾ അങ്ങേ അറ്റം അവിടെ പോയി ടച്ച് ചെയ്യണം. നന്നായിട്ട് മടക്കിയെടുക്കുക. അത് ഫ്രൈ ചെയ്യാണ്. സാധാരണ പോലെ തന്നെ ഇപ്പോൾ സമൂസ അങ്ങനെയൊക്കെ ചെയ്യണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. വിട്ടുപോരുന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം നമ്മൾ മൈദ വെച്ച് നന്നായി ഒട്ടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കൈ കൊണ്ട് ഒന്നുകൂടി അമർത്തി കൊടുക്കണം. എണ്ണയിലേക്ക് ഇടുമ്പോൾ വിട്ടുപോരുക. രണ്ടും ഇങ്ങനെ ഇതായിട്ട് റോൾ ചെയ്തത് കാരണം വേവാൻ കുറച്ച് സമയം എടുക്കും. കാരണം അകത്തേക്കൊക്കെ വേവ് എത്തണമല്ലോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വെക്കുക. കാണാനൊരു ഭംഗി എന്നുള്ളൂ. സ്പ്രിംഗ് റോളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റിയാണ് സംഭവം. ഇനി ഫില്ലിങ്ങും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. മധുരം ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഉന്നക്കായുടെ ഫില്ലിങ്ങൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് വെജ് ഫില്ലിങ് വേണമെങ്കിൽ ഉണ്ടാക്കാം. വെജ് കട്ട്ലറ്റിൻ്റെ ഒക്കെ പോലെ അങ്ങനെയും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ കാണാനുള്ളൊരു ലുക്ക് അത്രയേ ഉള്ളൂ ഇതിൽ. പക്ഷേ ഇപ്പോൾ ട്രെൻഡാണ്, എല്ലാവരും ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ സ്നാക്ക് എപ്പോഴും വെറൈറ്റി ആണല്ലോ ഓരോരുത്തർക്കും ഇഷ്ടം. ഇനി അതിൽ പിന്നെ കുറച്ച് സൈഡിൽ നിന്ന് വന്ന കുറച്ച് മാവൊക്കെ ബാക്കിയുണ്ട്. ഞാൻ ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് വന്നതൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. എല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാം ഫ്രൈ ചെയ്തു. കാണുമ്പോൾ തന്നെ ഒരു ലുക്കാണ്. നല്ല കഴിക്കാൻ തോന്നും. സ്ഥിരമായി കഴിച്ച് മടുത്തതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്ന്. അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.